നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. നമ്മുടെ വീടുകൾ സ്വർഗമാകണം. എപ്പോഴാണ് വീട് സ്വർഗമാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ. ഈ വീട് സ്വർഗം, ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്വർഗമാണ് വീടെന്ന് പറയുന്നത്. വീട് സ്വർഗമാക്കണമെങ്കിൽ നാം ഉത്സാഹിച്ചേ മതിയാകത്തുള്ളൂ. പല വീടുകളും നരകമായി പോകുന്നു. കാരണം കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വളർത്താൻ കഴിയുന്നില്ല, സ്നേഹത്തോടെ അവരെ പരിശീലിപ്പിക്കാൻ കഴിയുന്നില്ല. പല സമയങ്ങളിലും നമ്മൾ പരാജയപ്പെടാം. എപ്പോഴാണ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ട പ്രായം? മനഃശാസ്ത്രം പറയുന്നത് 5 വയസ്സിന് മുമ്പ് കുഞ്ഞിന്റെ പരിശീലനം തീരുമെന്നാണ് പറയുന്നത്. ഗർഭത്തിൽ തന്നെ കുഞ്ഞിന് പരിശീലനം ആരംഭിക്കുക. അപ്പൊ നിങ്ങളുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ 5 വയസ്സിന് മുമ്പ് ഒരു പരിശീലനം കഴിയുക. അനുസരിക്കാനുള്ള മനസ്സും പ്രതികരിക്കാനുള്ള മനസ്സും ഒക്കെ അന്നേരമാണ് ഉണ്ടാകുന്നു. അനുസരണം, അല്ലെങ്കിൽ മറ്റൊരാൾ വരുമ്പോൾ അവരെ ബഹുമാനിക്കാനുള്ള, ഇതെല്ലാം ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. കുഞ്ഞുങ്ങൾ വളരട്ടെ എന്ന് പറയേണ്ട. 5 വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങളെ നന്നായി ട്രെയിൻ ചെയ്യണം. ദൈവവചനം പഠിപ്പിക്കാനും ആത്മീയ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാനും അവരെ പഠിപ്പിക്കണം. ഇന്നലെ നാം പറഞ്ഞു വന്ന സദൃശ്യവാക്യങ്ങളിലെ 3-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളാണ് അതിന്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ പറയുന്നത്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ആ ഡിപ്പാർട്ട് ഫ്രം ഈവിൾ എന്നാ പറയുന്നത്. പാപത്തെ വിട്ട് ദോഷത്തെ വിട്ടകലാൻ ചെറിയ പ്രായത്തിലെ തെറ്റും ശരിയും തിരഞ്ഞെടുക്കാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുക. എല്ലാ സമയത്തും മാതാപിതാക്കൾക്ക് കൂടെ നടക്കാൻ കഴിയത്തില്ല, പക്ഷെ അവരെ ട്രെയിൻ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓണർ ദ ലോർഡ് വിത്ത് ഫസ്റ്റ് ഫ്രൂട്ട്. ദൈവത്തെ ബഹുമാനിക്കുക. ദൈവം നൽകുന്ന നന്മയിൽ നിന്ന് കർത്താവിന് കൊടുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് കർത്താവിന്, നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പണത്തെക്കുറിച്ച് അല്ല. അവർക്ക് ദിവസം ആരംഭിക്കുമ്പോൾ രാവിലത്തെ ചില നിമിഷങ്ങൾ കർത്താവിനോട് മാറ്റിവെക്കുക. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ഞായറാഴ്ചകൾ കർത്താവിനോട് മാറ്റിവെക്കുക. അവരുടെ മാസത്തിലൊരു ദിവസം കർത്താവിന്റെ സന്നിധി ചെലവഴിക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ജോലി കിട്ടുമ്പോൾ കിട്ടുന്ന ശമ്പളം പോലും കർത്താവിന് മാറ്റിവെക്കാൻ, നമുക്ക് കിട്ടുന്ന ആദ്യ ഫലത്തെ കർത്താവിന് മാറ്റിവെക്കാൻ, നമ്മുടെ വിജയത്തിന്റെയൊക്കെ അനുഗ്രഹത്തിന്റെയും കാരണം കർത്താവാണെന്ന് അറിഞ്ഞ് മാറ്റിവെക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. 2 പേര് വിറക് വെട്ടാൻ പോയതിനെ കുറിച്ച് കേട്ടുണ്ട്. 2 പേരും വിറക് കീറുകയാണ്. 2 ജോലിക്കാർ അപ്പുറം അപ്പുറം നിന്ന് വിറക് കീറിക്കൊണ്ടിരിക്കുക. ഒരാളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിശ്രമിക്കുന്നതായിട്ട് മറ്റേ ആൾക്ക് തോന്നി. ചുമ്മാ ഇരിക്കുന്നു. എന്നാൽ ഇവനാകെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് നോക്കിയപ്പം ഒത്തിരി നേരം വിറക് വെട്ടിയവന് കുറച്ചു വിറകേ ഉള്ളൂ. അതേസമയം അവിടെ ചുമ്മാ ഇരുന്നെന്ന് തോന്നിയ മനുഷ്യന് ഒത്തിരി വിറക് വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇവന് ഭയങ്കര ആശങ്കയാണ്. അവനോട് ചോദിച്ചു, നീ എന്റെ വിറക് എടുത്താണോ? നീ ചുമ്മാതിരിക്കുവാണല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ചുമ്മാതിരിക്കുകയല്ലായിരുന്നു, ഞാൻ ഇരുന്നപ്പോൾ എന്റെ മഴുവിന് മൂർച്ച കൂട്ടുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈനംദിനം അവരുടെ ജീവിതത്തിനൊന്നുകൂടെ മൂർച്ച കൂട്ടാൻ, അവരുടെ മഴുവിന് മൂർച്ച കൂട്ടാൻ, അതായത് അവരുടെ വ്യക്തിജീവിതത്തിന് മൂർച്ച കൂട്ടാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിന് മൂർച്ച കൂട്ടാൻ കൂടുതൽ സമയം മാറ്റിവെച്ച്, സൺഡേ സ്കൂൾ മാറ്റിവെച്ച്, ആത്മീയ കാര്യങ്ങൾ മാറ്റിവെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അത് തെറ്റാണ്, നിശ്ചയമായിട്ടും തെറ്റാണ്. അതിന് പ്രാധാന്യം കൊടുക്കണം. കുഞ്ഞുങ്ങൾ വീടുകളിൽ തന്നെ ആത്മീയരായി തീരാൻ അതിനുള്ള പ്രോത്സാഹനം വീട്ടിലുണ്ടാകണം. അപ്പൊ ആത്മീയ കാര്യങ്ങളും ഞായറാഴ്ചത്തെ ആരാധനയും കൂട്ടായ്മയും ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. വീട്ടിലിരുത്തി ട്യൂഷനും കോച്ചിങ്ങും കൊടുത്ത് ആത്മീയ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞാൽ അവസാനം ഒരുപക്ഷെ നിങ്ങൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് മാറിപ്പോകും. അത് സംഭവിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠർ, മികച്ചവർ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ഭയപ്പെടാനും, അതുകൊണ്ടാണ് 111 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ വിജയം, അനുഗ്രഹം. ദൈവവചനത്തിൽ ഒത്തിരി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ കാണുന്നു, യോസഫിനെ കാണുന്നുണ്ട്. ഇവരൊന്നും വിജയിച്ചത് അവരുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്യണം. അസുഖങ്ങളുണ്ട്, ചലഞ്ചുണ്ട്, പരാജയമുണ്ട്. അതിന്റെ എല്ലാ മധ്യത്തിലും കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. കുഞ്ഞുങ്ങളെ പേടിക്കണ്ട, ധൈര്യപ്പെടണം, യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം കുഞ്ഞുങ്ങളിൽ പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. നിങ്ങളുടെ വീടുകൾ സ്വർഗമായി തീരട്ടെ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. അടിച്ചും തല്ലിയും വളർത്തുന്ന ഒരു കാലം മാറി സ്നേഹിച്ചും പരിചരിച്ചും സ്നേഹത്തോടെയുള്ള ചെറിയ ശിക്ഷണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ ഉത്സാഹിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠരാകട്ടെ. അവരുടെ കഴിവ് മറ്റുള്ളവരുമായിട്ട് നോക്കി താരതമ്യം ചെയ്യേണ്ട. അവരെല്ലാം വ്യത്യസ്തരാ. നിങ്ങളുടെ അടുത്ത വീട്ടിലെ കുഞ്ഞിന്റെ മാർഗമായി നമ്മുടെ കുഞ്ഞിന്റെ മാർഗിനെ കമ്പയർ ചെയ്യേണ്ട. ഈ മാർഗമല്ല കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അന്ത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ പരിശീലിപ്പിക്കണം. അവർക്ക് വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകണം. സമാധാനം ഉണ്ടാകുന്ന വീടുകളായി മാറണം. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. അധ്വാനിക്കുന്ന, ജോലി ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന മാതാപിതാക്കളാ. അവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിന്മാറിപ്പോയ കുഞ്ഞുങ്ങളുണ്ട്, അവർ മടങ്ങി വരണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക്, വീടുകൾക്ക് അനുഗ്രഹമായി തീരാൻ കർത്താവ് കൃപ ചെയ്യണം. പുതിയ അധ്യയന വർഷവും കുഞ്ഞുങ്ങൾക്ക് നന്മയാക്കണം, അനുഗ്രഹമാക്കണം. ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യാൻ അവരെ സഹായിക്കണം. അവരുടെ സ്കൂളിലും കോളേജിലും ഹോസ്റ്റലിലും എല്ലായിടത്തും കർത്താവിന് പ്രാധാന്യം കൊടുക്കാൻ, ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് അവരെ പ്രാപ്തമാക്കണം. ഞങ്ങൾ അവരെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.